അപ്പോൾ എല്ലാ അനലിസ്റ്റുകളും പീപ്പിൾ ഓൺ ട്വിറ്റർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിരിക്കും iOS 18 അപ്ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ iOS 15 16 17 ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഫാൻസി ഫീച്ചേഴ്സോ അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള വലിയ തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുറേയധികം AI ഫീച്ചേഴ്സും ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ iOS 18 കുറേയധികം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iOS 18 ഇതുവരെ വരാനിരിക്കുന്ന ലീക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് iOS 18 അപ്ഡേറ്റ് കിട്ടുന്ന ആപ്പിൾ ഡിവൈസസ് ഏതൊക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എല്ലാ iPhone 15, 14, 13, 12 ആൻഡ് 11 മോഡൽസും iPhone XS ആൻഡ് XS Max, പിന്നെ iPhone XR ആൻഡ് പിന്നെ iPhone SE സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ, ഈ ഓരോരോ ഫോൺസിനാണ് iOS 18 അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പ്രിറ്റി മച്ച് iOS 17 അപ്ഡേറ്റ് കിട്ടിയ എല്ലാ ഫോൺസും നമുക്ക് ഈ ഒരു iOS 18 അപ്ഡേറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് AI ഫീച്ചേഴ്സും കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സ്വന്തമായിട്ടൊരു AI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ AI ഫീച്ചേഴ്സ് ആയിരിക്കും ഐഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് സീംസ് ലൈക്ക് ദാറ്റ്സ് നോട്ട് ദ കേസ്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഗൂഗിളായിട്ട് പാർട്ണർ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ ജെമിനി AI മോഡലായിരിക്കും നമ്മളുടെ ഓൺ ക്ലൗഡ് വരുന്ന ആ ഒരു AI ഫീച്ചേഴ്സൊക്കെ നമ്മളുടെ ഐഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബേസിക്കലി iOS 18 ഓൺ ക്ലൗഡ് വരുന്ന കൈൻഡ് ഓഫ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിളിൻ്റെ ജെമിനി AI കൊണ്ടായിരിക്കും പവർ ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ ഓൾമോസ്റ്റ് $1 billion ആണ് പെർ ഇയർ AI റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ദെൻ നമ്മളുടെ ഓപ്പൺ AIൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ AI മോഡലായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പോലും നമ്മളുടെ ആപ്പിളിൻ്റെ AI മോഡലിന് ഇതുവരെ സാധിക്കുന്നില്ല. അപ്പോൾ ഫോർ കോൺടെക്സ്റ്റ് ആപ്പിൾ കറൻ്റ്ലി ഒരു LLM ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ പേര് MM1 ആണ്. അപ്പോൾ ബേസിക്കലി ഒരു MM1 ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആപ്പിൾ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 30 ബില്യൺ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓപ്പൺ AIൻ്റെ GPT-4 LLM എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ട്രെയിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ട്രില്യൺ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്കെയിലാണ് ഈ പാരാമീറ്ററിൻ്റെ ഇതിൽ തന്നെ വരുന്നതെന്നുള്ളത്. ആൻഡ് ഫോർ ദ സെയിം റീസൺ ആപ്പിൾ അവരുടെ MM1 ഒഫീഷ്യലി പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡേറ്റ് കുറച്ചുകൂടി പുഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ iOS 18 വന്ന AI ഫീച്ചേഴ്സ് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ഡിവൈസ് ബേസ്ഡ് ആയിരിക്കും ആൻഡ് സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓൺ ഡിവൈസ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള AI പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആപ്പിളുടെ സ്വന്തമായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള AI കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഓൺ ക്ലൗഡ്, അതായത് ഇപ്പോൾ ജനറേറ്റീവ് ടെക് ഒക്കെ വേണ്ട അങ്ങനത്തെ ടൈപ്പ് ഓഫ് AIൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ സിറിയിൽ വരാൻ പോകുന്ന AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിളിൻ്റെ ജെമിനി യൂസ് ചെയ്തിട്ടായിരിക്കും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ ഷോർട്ട് നോക്കുകയാണെങ്കിൽ സിറിയിൽ വരാനിരിക്കുന്ന AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ജെമിനിയായിരിക്കും പവർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ആപ്പിൾ സ്പെസിഫിക് ആപ്സ്, അതായത് Xcode, അതേപോലെ തന്നെ ആപ്പിൾ മ്യൂസിക്, നോട്ട്സ്, അതേപോലത്തെ ഫോട്ടോസ്, ഇങ്ങനത്തെ ആപ്സിലൊക്കെ വരാൻ പോകുന്ന AI ഫീച്ചേഴ്സൊക്കെ ആപ്പിളിൻ്റെ സ്വന്തം AI യൂസ് ചെയ്തിരിക്കും പവർ അപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് സിറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സിറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോൺ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഒരിക്കലും നോട്ട് ദ ബെസ്റ്റ് ആണ് ഈ സിറി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാർ വേ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അസിസ്റ്റൻറ്റ്. പക്ഷേ ഈ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സിറിയിലേക്ക് വരാൻ നേരത്തെ അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം നമ്മൾ സിറിനോട് എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനറിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ചെയ്യുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സിറി നമ്മളൊരു ഗൂഗിൾ സെർച്ച് റിസൾട്ട്സിലേക്ക് ഗൈഡ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇനിയിപ്പോൾ നമ്മുടെ ഈ ജനറേറ്റീവ് AI ഫീച്ചേഴ്സ്, ഗൂഗിൾ ജെമിനി പവർ ചെയ്തിട്ടുള്ള ജനറേറ്റീവ് AI ഫീച്ചേഴ്സൊക്കെ നമുക്ക് സിറിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിറിക്ക് തന്നെ ഡയറക്റ്റ്ലി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ജസ്റ്റ് ലൈക്ക് ChatGPT ഓർ ക്ലൗഡ്. ആൻഡ് ഇനിയിപ്പോൾ UI സൈഡ് ഓഫ് തിങ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ റൂമേഴ്സ് കുറേ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ iOS 18 അതിൻ്റെ UIയും കാര്യങ്ങളൊക്കെ വിഷൻ OSനെ പോലെ കുറേയധികം മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ബട്ട് സീംസ് ലൈക്ക് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്. നമ്മുടെ വിഷൻ OSലുള്ള ചിലപ്പോൾ ഡെപ്ത് എഫക്റ്റോ അല്ലെങ്കിൽ ഐക്കൺ റീഡിസൈൻസോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ iOS 18 വന്നേക്കാം. അല്ലാതെ അതിൽ കൂടുതൽ വിഷൻ OSൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, അതായത് UI ഫീച്ചേഴ്സും കാര്യങ്ങളും iOSലേക്ക് എന്തായാലും വരാൻ പോകുന്നില്ല. ബട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ iOS 18 നമുക്ക് ഹോം സ്ക്രീനിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ആപ്പ് ഐക്കൺസ് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആൻഡ് അതും നമുക്ക് സിംപ്ലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന അത്ര എളുപ്പമായിരിക്കത്തില്ല. മേ ബി നമ്മളൊരു ഇൻവിസിബിൾ വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഹോം സ്ക്രീനിൽ കൊണ്ട് വെച്ചാൽ മാത്രമായിരിക്കും അത്രയും നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ആപ്പ് ഐക്കൺസൊക്കെ അലൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് 10-14 വർഷം മാത്രമാണ് ആപ്പിൾ ഈ ഒരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പോലും ആൻഡ്രോയിഡ് അത്ര സീംലെസ് ആയിരിക്കില്ല ഈ ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ആപ്പ് RCS സപ്പോർട്ടാണ്. അപ്പോൾ iOS 18 ആപ്പിൾ ഐഫോൺസിലേക്ക് RCSൻ്റെ ആ ഒരു മെസ്സേജിങ് സപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു RCSൻ്റെ ഒരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസസ് ആയിട്ട് കുറച്ചുകൂടി കോമ്പാറ്റബിലിറ്റി ഉണ്ടാവും SMS സെൻഡ് ചെയ്യാൻ സമയത്ത്. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ റെസൊല്യൂഷൻ ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ മെസ്സേജസിനുള്ള സപ്പോർട്ട് വരും. ക്രോസ് പ്ലാറ്റ്ഫോം ഇമോജി റിയാക്ഷൻ പറ്റും,
റിയൽ ടൈം ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ, റീഡ് റെഡ്സീസ്, ഇങ്ങനത്തെ പറഞ്ഞ കുറേയധികം ഫീച്ചേഴ്സ് ആപ്പിളിൻ്റെ ഐഫോൺസിലും ആൻഡ്രോയിഡ് ഡിവൈസസിലുമായിട്ട് ക്രോസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി വേറൊരു കൂൾ തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCS സപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഫോൺസിൻ്റെ അത് ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ വൈഫൈയിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈതർ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേറൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഇനി ഓഡിയോ ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പ് അണ്ടിൽ നൗ നമുക്കിപ്പോൾ ഒരു ഓഡിയോ നോട്ട്സ് ആപ്പിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് മെമ്മോസ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് നോട്ട്സിലേക്ക് ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്കമിംഗ് ഫീച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ വിത്തിൻ നോട്ട്സ് ആപ്പ് നമുക്ക് റെക്കോർഡ് ചെയ്യാനും സേവ് ചെയ്യാനും പ്ലേ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി ലാസ്റ്റ്ലി വരുന്ന വേറൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർപോഡ്സ് Pro 2ലേക്ക് വരുന്ന ഒരു ഫീച്ചറാണ് ഹിയറിംഗ് എയ്ഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ബേസിക്കലി നമ്മുടെ വോളിയം ബൂസ്റ്റ് ചെയ്യും ഫോർ സർട്ടൻ എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കസ്റ്റമേഴ്സിന് ചെവിക്ക് കേൾക്കാൻ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഹിയറിംഗ് എയ്ഡ് മോഡ് നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി സർട്ടൻ എൻവയോൺമെൻറ്റ്സിൽ കേൾക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രെറ്റി മച്ച് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ iOS 18 പെർട്ടിക്കുലർലി എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ഫീച്ചേഴ്സും, സെക്കൻഡ് നമുക്ക് ഹോം സ്ക്രീനിൽ ഐക്കൺസ് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ആൻഡ് ഈ ഹോം സ്ക്രീൻസിൽ ഐക്കൺസ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, ആ ഒരു കൈൻഡ് ഓഫ് ഓപ്ഷൻ iOSൽ കൊണ്ടുവരാൻ വേണ്ടി ആപ്പിളിന് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി 10-15 വർഷം എടുത്തു. ലൈക്ക് ആൻഡ്രോയിഡിലൊക്കെ ഈ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. എനി വിച്ച് വൈസ് ആപ്പിൾ ഇസ് ബീങ് ആപ്പിൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കതിൽ വേറെ വീണ്ടും കാണാം. അതുവരേക്കും മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് സീ നെക്സ്റ്റ് വൺ.